നമസ്കാരം. ഇന്ന് ഞാൻ ദഹിവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ഇതിന് തൈര് വട എന്നാണ് പറയുന്നത്, ദഹിബള്ള എന്നും പറയുന്നു. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് 1 കപ്പ് ഉഴുന്നും 1/4 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പും കൂടി 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിൽ എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്ത്, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്ത് എങ്ങനെ എടുക്കാം. ഇനി ഇതിനെ ചതച്ചെടുത്തതാണ് ഇത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക. ഇതിനെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുക്കുക. തണുത്ത വെള്ളം ഇല്ലെങ്കിൽ 2 കഷ്ണം ഐസ് ഇട്ടാലും മതിയാകും. ഞാനിതിലേക്ക് ഐസ് ഇടുവാണ്. ഈ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ കായപ്പൊടി, സ്വല്പം ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കുക. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് തൈര് എടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇടുക. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജീരകം റോസ്റ്റ് ചെയ്തത്, 1/2 ടീസ്പൂൺ ചാട്ട് മസാല. നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഇത് പുളി നല്ലതായിട്ട് കുറുക്കി പിഴിഞ്ഞെടുത്തതാണ്. ഇത് കൂടി വന്നാൽ 1 ടേബിൾ സ്പൂണേ കാണത്തുള്ളൂ. അതിലേക്ക് ചില്ലി സോസ് 1/2 ടീസ്പൂൺ ഒഴിക്കുകയാണ്. ഗ്രീൻ ചില്ലിയുടെ സോസാണ് ഒഴിച്ചത്. ഇനി ഇതിൻ്റെ ആവശ്യത്തിന് കറുത്ത ഉപ്പാണ്, കാലാനമക്കാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ഉപ്പ് തന്നെ ഇടുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു കടായിയോ പാനോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഒഴിച്ചാൽ മതിയാകും. ഞാനിപ്പോൾ ഇതിനകത്ത് ഒഴിച്ചത് വെളിച്ചെണ്ണയാണ്. ഇനി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ അതിലേക്ക് ചെറുതായിട്ടൊന്ന് നനച്ച് മാവെടുത്ത് കുറേശ്ശെ ഈ എണ്ണയിലേക്ക് ഇടുക. ഇനി ഒന്ന് മറിച്ചിടാം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായി. ഇതിനെ ഇനി തീ കുറച്ച് സിമ്മിലാക്കിയിട്ട് കോരിയെടുത്ത് ആ വെള്ളം നമ്മൾ കൂട്ടി വെച്ചത്, അതായത് കായവും ഉപ്പും ചേർത്ത് വെച്ച വെള്ളം ഇതിലേക്ക് ഇടുക. ഉപ്പും കായവും ചേർന്ന് ഇതിനെ ഒന്ന് പിഴിഞ്ഞ് തൈരുണ്ടാക്കി നമ്മൾ വെച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് സ്വല്പം ഒന്ന് തണുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ചൂടോടെയല്ല.
അങ്ങനെ തൈര് വട റെഡിയായിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ചെടുത്ത് ബൗളിലേക്ക് മാറ്റുക, ചെറിയ ഐസ്ക്രീം ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തൈര്, നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് മാതളപ്പഴത്തിൻ്റെ ഒരു മുകളിൽ കൂടിയൊക്കെ ഒന്ന് വിതറിയിടുക. എൻ്റെ മാതളപ്പഴം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ മാറ്റിയെടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊന്ന് കാണിക്കാം. തൈര് ഒഴിക്കുന്ന സമയത്ത് ആ പുളി പിഴിഞ്ഞതും കൂടി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.